എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണമുണ്ടല്ലോ, തന്റെ അവസാന പ്രഭാഷണം അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് പ്രഭാഷണം നടത്തിയപ്പോ അവിടുന്ന് പറഞ്ഞു, സഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അവസാന പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ 1,00,000 പരം വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അമാനത്താണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഓരോ ഭർത്താവിനോടും തന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു ചോദ്യം ചോദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അലാ ഇന്നലക്കും അലൻ നിസാഇകും ഹഖാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് പല കടമകളുണ്ട്, അതുപോലെ ഭർത്താക്കന്മാർക്ക് തിരിച്ചു തന്റെ ഭാര്യമാരോട് ഒരുപാട് കടമയുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു അനുചരം ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോ ഭർത്താവിന്റെയും മനസ്സിലേക്ക് കടന്നു വരട്ടെ, ഇത് നീ പാലിക്കുന്നുണ്ടോ? ഈ കടമ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ആരാണ് നിന്റെ ഭാര്യയെന്ന് നീ മനസ്സിലാക്കണം. ആരാണ് നിന്റെ ഭാര്യയെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ 40ാമത്തെ വയസ്സിൽ പ്രവാചകൻ നുബുവത്ത് കിട്ടിയിട്ട് പ്രബോധനമായിട്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോ അവിടുത്തെ പീഡനങ്ങൾ പറയേണ്ടതില്ലല്ലോ, സഹിക്കാൻ കഴിയാത്ത പീഡനമായിരുന്നു. 13 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് ഒരൊറ്റ രാത്രി പോലും അല്ലാഹുവിന്റെ റസൂൽ സമാധാനമായി ഉറങ്ങിയിട്ടില്ല. കാരണം വല്ലാത്ത പീഡനങ്ങളോ, എവിടെ നോക്കിയാലും തല്ലിച്ചതയ്ക്കുകയോ, ചോദിക്കാനും പറയാനും ഒരാളുമില്ലല്ലോ. അവസാനം പീഡനം സഹിക്കാൻ കഴിയാതെ അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ പോകുന്ന രംഗം എങ്ങനെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് പലരും കടന്നു പോയത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ കളഞ്ഞിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടെ പോടാ എന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കടന്നു ചെല്ലുകയാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നറിയുവോ? അൻസാരികൾ മുഹാജിരീങ്ങളെ സ്വീകരിച്ച രംഗം ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ, 2 വീടുള്ളവർ 1 വീട് കൊടുത്തു. പടച്ചവനെ, തോട്ടങ്ങളുള്ളവർ അവരുടെ പകുതി കൊടുത്തു, സമ്പത്തുള്ളവർ പകുതി സമ്പത്ത് കൊടുത്തു. എന്തിനു പറയണം, 2 ഭാര്യമാരുള്ളവർ 1 ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അൻസ്വാരിങ്ങൾക്ക് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിന്റെ ഭാര്യ ആരെന്നറിയുവോ? അവള് ഹിജ്റ ചെയ്ത് കടന്നു വരുന്നവളാ, അവള് മുഹാജിറാണ്, അവള് മുഹാജിറാണ്. ഹിജ്റ ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. അവൾക്ക് വാപ്പയുണ്ട്, അവൾക്ക് ഉമ്മയുണ്ട്, അവൾക്ക് കൂടപ്പിറപ്പുണ്ട്, അവൾക്ക് കുടുംബമുണ്ട്, അവൾക്ക് കൂട്ടുകാരുണ്ട്, അവൾക്ക് വീടുണ്ട്, നാടമുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കഴിയുമ്പോ അന്നു മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ, ഭർത്താവിന്റെ വാപ്പയാണ് അന്നു മുതൽ അവളുടെ വാപ്പ, ഭർത്താവിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ, ഭർത്താവിന്റെ കൂടപ്പിറപ്പാണ് അവളുടെ കൂടപ്പിറപ്പ്, ഭർത്താവിന്റെ നാടാണ് അവളുടെ നാട്, ഭർത്താവിന്റെ വീടാണ് അവളുടെ വീട്. അല്ലാഹുവേ,
അവളുടെതെല്ലാം അവൾ അല്ലാഹുവേ വിട്ടൊഴിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഒരു മുഹാജിറിനെ പോലെ കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ നിന്റെ കടമയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എത്ര പേരാണുള്ളത്, എത്ര പേരാണുള്ളത്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച കാലം നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്നൊരു പാത്രത്തിലിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പടച്ചുറപ്പിന്റെ റഹ്മത്തിറങ്ങുന്ന പടച്ചവന്റെ ബർക്കത്തുണ്ടാകുന്ന റഹ്മത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുന്ന ഭവനമേതെന്നറിയുമോ? അത് ഹാഫിളിന്റെ വീടല്ല, ആലിമിന്റെ വീടല്ല, ഹാജിയാരുടെ വീടല്ല, സദഖ കൊടുക്കുന്നവന്റെ വീടല്ല. അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഇറങ്ങുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല ഭവനമേതെന്നറിയോ? സഹാബാ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന ഭവനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഏത് വീട്ടിലാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ മുതൽ വീടിന്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്, വൈകുന്നേര സമയമായി കുളിച്ചൊരുങ്ങിയിട്ട് ഭാര്യതാ കാത്തിരിക്കുകയാണ്. വീട്ടിലുള്ളവർക്ക് മുഴുവനും കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു. നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടപ്പുറപ്പും മക്കളുമല്ല ഭക്ഷണം കഴിക്കാതെ നിന്റെ വിളിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. മോളെ, നീ കഴിക്കുന്നില്ലേ? ഇക്ക വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവർ മുഴുവനും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി. നിന്റെ ഭാര്യ കാത്തിരിക്കുകയാണ്, നീ വരുമ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ. അല്ലാ, 10 മണിയായി, 10:30 നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഭാര്യ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് കവാടം തുറന്നു, സലാം പറഞ്ഞു മടക്കിയിട്ട് നിന്നെ സ്വീകരിക്കുകയാ. ആ സമയത്ത് പറയുന്ന വാക്യേതെന്നറിയോ? പെണ്ണെ, ഞാൻ ഭക്ഷണം കഴിച്ചു, നീ വേണമെങ്കിൽ കടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നിന്റെ വെളിന്റെ മുന്നിലേക്ക് നിന്റെ ഭാര്യ പോയിരുന്നു. ഇറങ്ങുവോടോ ചെറുപ്പക്കാരാ, ആ പാവപ്പെട്ടവൾക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാരോ? അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് കിടപ്പറയിലേക്ക് കടന്നു വരുന്ന നിന്റെ ഭാര്യ, നിനക്ക് എന്ത് സംഭവിക്കാനാ? കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി പണ്ടം നിറച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭർത്താവ് നന്ദിയില്ലാത്തവനാകരുത്, കരുണയില്ലാത്തവനാകരുത്, സ്നേഹമില്ലാത്തവനാകരുത്. നിനക്ക് വേണ്ടെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്നുകൂടെ? അവൾ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു പിടിവാരിയിട്ട് നിനക്ക് തിന്നാൻ കഴിയുമല്ലോ. നിനക്കിന് പറ്റിയില്ലെങ്കിലും സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരുള്ള ഭക്ഷണമെങ്കിലും നിനക്കൊന്ന് വാരി കൊടുത്തുകൂടെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകർ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹി വല്ലാത്ത വിശപ്പായിരുന്നു, പ്രവാചകന് വല്ലാത്ത വിശപ്പാട്. ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് ചോദിച്ചു, ആയിഷ വിശക്കുന്നു ആയിഷ, കഴിക്കാൻ വല്ലതുമുണ്ടോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 3 റൊട്ടി എടുത്തു കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ഇതല്ലാതെ ഒന്നുമില്ല നബിയേ, ഇതല്ലാതെ ഒന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനതാ റൊട്ടി കഴിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത വിശപ്പായിരുന്നു, കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് 3 റൊട്ടിയും ഒറ്റയ്ക്കങ്ങ് കഴിക്കുകയാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹ്
അള്ളാന്റെ റസൂലിരുന്ന് കരയുകയാണ്. ഭക്ഷണപാത്രത്തിന്റെ മുന്നിലിരുന്നിട്ട് ലോകത്തിന്റെ നേതാവ് കരയുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവ് കരയുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്തിനാ നബിയെ കരയുന്നത്? എന്തിനാ നബിയെ കരയുന്നത്? ആയിഷ, നിനക്ക് തരാതെ ഞാൻ തിന്നുകളഞ്ഞല്ലോ ആയിഷ, ഇന്ന് നീ പട്ടിണിയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ കരഞ്ഞുകൊണ്ട് പറയുകയാ, നിനക്ക് തരാതെ ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ ആയിഷ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലാഹുവിന്റെ റസൂല് ചെയ്തതെന്തെന്നറിയുവോ? ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ, അതും അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ റസൂലുള്ള കഴിച്ചു പോയതാണ്. ചോദിച്ചു, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, നബിയേ എന്നോട് പൊരുത്തം ചോദിക്കല്ല നബിയേ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ നിനക്കെന്ത് വേണം ആയിഷ? നിനക്കെന്ത് വേണം ആയിഷ? യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗത്തിലും നിങ്ങളുടെ ഭാര്യയാകണം നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കടാ. നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയോ, നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാവുകയോ, നിന്റെ വീട്ടിൽ സമാധാനമുണ്ടാവുകയോ, പരസ്പരം മനസ്സുകൾ തമ്മിൽ സ്നേഹമുണ്ടാവുകയോ. ചതിക്കത്തില്ലടാ ചെറുപ്പക്കാരോ, ഒരിക്കലും നിന്റെ ഭാര്യ നിന്നെ ചതിക്കൂല ചെറുപ്പക്കാരോ. അല്ലാഹുവേ, കുടുംബജീവിതം എന്ന് പറഞ്ഞോ എല്ലാം പങ്കുവെക്കാറുള്ളതാണല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോ അതാ ഒരു സഹാബി കുറച്ചു പാല് കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുക്കുകയാ. അതാ കുറച്ചു പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് കുടിക്കാതെ ഭാര്യക്ക് കൊടുത്തു. ആദ്യം കൊടുത്തത് അല്ലാഹുവിന്റെ റസൂല് ഭാര്യക്കാണ്. ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുടിക്കാ ആയിഷ, പാല് കുടിക്കാ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പാല് കുടിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നബിയേ എനിക്കും മതി നബിയേ. ഇല്ല ആയിഷ, വയറ് നിറച്ച് കുടിക്കാ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവസാനം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി എന്റെ വയറ്റിലെ സ്ഥലമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് പാത്രം തിരിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് പാലിന്റെ പാത്രം വാങ്ങിയിട്ട് എന്തോ തിരയുകയാണ്, എന്തോ തിരയുകയാണ്. കാണാതെ പോയ ഒരു വസ്തു തിരയുന്നത് പോലെ പാൽപാത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്തോ തിരയുന്നു. നബിയെ എന്താണ് നോക്കുന്നത്? എന്താണ് തിരയുന്നത്? ആയിഷ, നീ ചുണ്ട് വെച്ച് കുടിച്ച സ്ഥലം തിരയുകയാണ് ആയിഷ. എവിടെ വെച്ചാണ് നീ ചുണ്ട് വെച്ച് കുടിച്ചത്? ആ സ്ഥലം തിരയുകയാണ് ആയിഷ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ അത് കണ്ടുപിടിച്ചു. തന്റെ ഭാര്യയുടെ ചുണ്ട് എവിടെ വെച്ചാണോ കുടിച്ചത്, അതേ സ്ഥലത്ത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ചുണ്ട് വെച്ചിട്ട് പാല് കുടിക്കുമ്പോ ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ്. ആയിഷ ബീബി പറയുകയാ, ആയിഷ ബീബി പറയുകയാ, അല്ലാഹു എനിക്ക് 9 അനുഗ്രഹങ്ങൾ നൽകി. ആ 9 അനുഗ്രഹത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹം എന്തെന്നറിയുവോ? റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് യാത്ര പറയുമ്പോ പ്രവാചകന്റെ തൊണ്ടക്കുടിക്ക് താഴെ അവസാനമായിട്ട് ഇറങ്ങിയത് എന്തെന്നറിയുമോ? പ്രവാചകൻ അതാ മരണത്തോട് മല്ലടിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചത്ത് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ എന്ന ഭാര്യയുടെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് റബ്ബേ
ആയിഷ ബീവിയുടെ കൂടപ്പിറപ്പ് മിസ്വാക്കുമായിട്ട് കടന്നു വരുന്നത് അള്ളാന്റെ റസൂൽ ആയിഷാനെ നോക്കി, ആ സഹാബിയുടെ കയ്യിലിരിക്കുന്ന മിസ്വാക്കിലേക്ക് നോക്കി. അള്ളാന്റെ റസൂൽ ഒന്നും പറഞ്ഞില്ല. പക്ഷേ 18 വയസ്സുള്ള ആയിഷ ബീവിക്ക് മനസ്സിലായി എന്തിനാണ് തന്റെ ഭർത്താവ് നോക്കിയതെന്ന്. അല്ലാഹുവേ, ആ സ്വഹാബിയുടെ തന്റെ കൂടപ്പിറപ്പിന്റെ കയ്യിലിരുന്ന മിസ്വാക്ക് എടുത്തിട്ട് അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകന് സ്വന്തമായിട്ട് പല്ല് തേക്കാ കഴിയുന്നില്ല. അവസാനം അത് വാങ്ങിയിട്ട് തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ആയിഷ ബീവി ചവയ്ക്കുകയാ. തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ആ മിസ്വാക്ക് കടിച്ച് ചവച്ചിട്ട് അല്ലാഹുവേ, ഉമ്മ തന്റെ കുഞ്ഞിന്റെ പാല് തേച്ച് കൊടുക്കുന്നത് പോലെ, ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ 63 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടത്തിയിട്ട് അവിടുന്ന് തന്റെ ഉമ്മനീര് പുരണ്ട മിസ്വാക്ക് കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ പല്ല് തേച്ച് കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അള്ളാന്റെ റസൂല് പറയുകയാ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ കരുണയും റഹ്മത്തും ബർക്കത്തും ഇറങ്ങുന്ന ഭവനം ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.